പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ചില ആത്മീയ സന്ദേശങ്ങൾ കാണാൻ കഴിയും. അവിടെ ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി എന്തൊക്കെ അടിസ്ഥാനങ്ങളെ അറിയണമെന്നും എന്നാൽ ആ അടിസ്ഥാനത്തിൽ തന്നെ തുടരാതെ ക്രിസ്തുവിങ്കിലുള്ള ആത്മീയ വളർച്ചയിലേക്ക് വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശത്തെ പറ്റി അവിടെ കാണാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും ചില അടിസ്ഥാനമായ ഉപദേശങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു. അടിസ്ഥാനമായ ചില ദൈവത്തിൻ്റെ സന്ദേശത്തെ പറ്റി പറയുന്നു. എന്താണ് അടിസ്ഥാന കാര്യങ്ങൾ? അതുകൊണ്ട് നിർജീവ പ്രവൃത്തിയെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അപ്പോൾ ഇത് അടിസ്ഥാനമാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഓരോ ദൈവപ്പതിലും അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു ക്രിസ്ത്യൻ ലൈഫിനകത്ത് അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമില്ലാത്ത ക്രിസ്ത്യൻ ലൈഫ് അത് ക്രിസ്ത്യൻ ലൈഫേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ്, ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിലാകുമ്പോൾ അല്ലെങ്കിൽ ദൈവ പൈതലാകുമ്പോൾ ആ വ്യക്തിക്ക് ചില അടിസ്ഥാനങ്ങൾ പണിയപ്പെടേണ്ടത് ആവശ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ആ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവെപ്പ്, പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഇന്ന് ഈ നിത്യശിക്ഷാവിധിയെ കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു നിത്യത ഉണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഒരു നിത്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവരാജ്യമുണ്ടെന്നുള്ളൊരു കാര്യം പല വ്യക്തികൾക്ക് അറിയാത്തത് കൊണ്ട് അവർ ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാത്തൊരു ലൈഫാണ് ഇന്ന് പല വ്യക്തികളും. അതെ ദൈവമക്കളെ, ഈ അടിസ്ഥാനങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. ഒട്ടുമിക്ക ആൾക്കാരും അറിയാമോ, ദൈവത്തെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവസ്ഥലേക്ക് ഓടി വരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ പ്രതിസന്ധി വെളിപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തെ വിട്ട് മാറിപ്പോകും. കാര്യം ഈ അടിസ്ഥാനമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അറിയേണ്ട കാര്യം അവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള കാര്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരം എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ വേണ്ടി ദൈവം ഓരോ വ്യക്തികൾക്കും, ഓരോ സിംഗിൾ പേഴ്സൺ, ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്ന ഒരു ആത്മീയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ പൈതലാകുക എന്നുള്ള കാര്യം. എന്നാൽ ഈ അടിസ്ഥാനം അറിയാതെ നാം ജീവിക്കുമ്പോൾ, ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ അവൻ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുന്നു. ഈ എബ്രായത്തിൽ അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് പറയും, അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ, അപ്പോൾ ഈ അടിസ്ഥാനങ്ങളിൽ നിന്ന് ദൈവകൃപ പ്രാപിച്ചിട്ട്, രക്ഷയുടെ സന്തോഷം പ്രാപിച്ചിട്ട്, വരുവാനുള്ള ലോകത്തിലെ ശക്തിയെ പ്രാപിച്ചിട്ട് അവൻ പിന്മാറിപ്പോയാൽ, ആമേൻ. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ പിന്മാറ്റം വളരെ വ്യാപകമായി കിടക്കുകയാണ്. ദൈവമക്കളുടെ ഇടയിൽ ദൈവത്തെ നല്ലവണ്ണം ആരാധിച്ച വ്യക്തികൾ, ദൈവത്തിന്റെ വചനം ഗ്രഹിച്ച വ്യക്തികൾ, ദൈവത്തിന്റെ വചനം വളരെയധികം ജ്ഞാനത്തോടെ പഠിച്ച വ്യക്തികൾ പലരും പിന്മാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ പിന്മാറിപ്പോയാൽ അവർ പിന്നെ ദൈവത്വം ഭയങ്കര പാടായി കാണുന്നുണ്ട്. എന്നാൽ
നോക്കണമേ, അതിന്റെ 6-ാം വാക്യം കാണാൻ കഴിയും. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകഭാവ വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിൽ പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ വ്യക്തിയെ നേടുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഈ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ട് പോയ വ്യക്തികൾ പിന്മാറിപ്പോയാൽ. ഈ കാലഘട്ടങ്ങളിൽ പിശാച് ഭയങ്കര ഓഫർ കൊടുക്കുകയാണ് പല വ്യക്തികൾക്കും. യേശു ക്രിസ്തുവിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് വണങ്ങിയാൽ ഞാൻ നിനക്ക് സ്ഥലം തരാം, നീ ഒന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാം എന്ന് യേശുവിന്റെ ഓഫർ വെച്ചു. യേശു കർത്താവ് ദൈവത്തിന്റെ വചനം കൊണ്ട് അവന്റെ തന്ത്രങ്ങളെ ജയിച്ചു. ദൈവമക്കളെ, നാം അറിയണം, ഇത് അന്ത്യകാലമാകിയാൽ, ഇത് ദുഷ്കാലമാകിയാൽ, ഇത് പിശാച് തന്ത്രങ്ങളെ ഉപയോഗിക്കുന്ന കാലഘട്ടമാകയാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടമാകയാൽ, അങ്ങനെ പറയുമ്പോൾ നാം അറിയണം, ദൈവമക്കളെ കൂടെ തെറ്റിക്കാൻ വേണ്ടി പല മേഖലയിൽ ദുഷ്ടാത്മാ സേനകൾ, അവന്റെ തന്ത്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് നാം അറിയേണ്ടത്, ഈ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഗ്രഹിക്കണം. അത് മാത്രമല്ല ഈ ലേഖകം പറയുന്നത്, അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള അടിസ്ഥാനം വിട്ടിട്ട്, അടിസ്ഥാനം വീണ്ടും ഇടാതെ അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്താണ്? നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആപ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അതായത് ആപ്യ വചനമുണ്ട്, പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. പരിജ്ഞാന പൂർത്തിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയും, അതിന്റെ 5-ാമത്തെ ആയത്തിൽ 14-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, 5:14 എബ്രായർ 5:14 വായിക്കുമ്പോൾ കാണാൻ കഴിയും, കട്ടിയായുള്ള ആഹാരമല്ല, ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ആ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 12 മുതൽ വായിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരം അല്ല, പാലത്തോടെ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നതെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരും അവൻ ശിശുവല്ലോ എന്ന് പറഞ്ഞാൽ, ദൈവവചനം വായിക്കുമ്പോൾ അതിനകത്ത് പാലുണ്ട്, അതിനകത്ത് കട്ടിയായ ആഹാരമുണ്ട്. അപ്പോൾ കട്ടിയായുള്ള ആഹാരം കഴിക്കുവാൻ പ്രാപ്തനല്ല. അങ്ങനെ പ്രാപിക്കണമെങ്കിൽ ഇന്ദ്രിയ ജീവമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് ആനയിക്കുമ്പോൾ അവന്റെ മേൽ പണിയപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം വ്യക്തിപരമായി അയ്യോ എന്നെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് നമുക്ക് പിന്മാറിപ്പോകാൻ പാടില്ല. കാര്യം നിത്യശിക്ഷാവധിയുണ്ട് എന്ന് അറിയണം. അത് മാത്രമല്ല, ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവത്തിന്റെ പരിജ്ഞാനത്തെ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് നാം അറിയേണ്ട കാര്യം, ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത, അവൻ ദിനം പ്രതി ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയായി മാറണം. എങ്ങനെയാണ് ആത്മീയ വളർച്ച പ്രാപിക്കാൻ പറ്റുന്നത്? ഈ ദൈവത്തിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറ്റുന്നത്? അതാണ് 5-ാം അധ്യായം 14-ാം വാക്യം പറഞ്ഞു, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി. നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്കവണ്ണം ഇന്ദ്രിയമുള്ള ഒരു തഴക്കം. അതെങ്ങനെ സംഭവിച്ചറിയാമോ? ഈ അനുസരണം പഠിച്ച് തികഞ്ഞനായി തന്നെ അനുസരിക്കുന്നവർ ഏവർക്കും നിത്യരിച്ച കാരണഭൂതനായി തീർന്നു എന്ന് 9-ാം വാക്യം പറഞ്ഞു. പുത്രനെ പറ്റി യേശു പറയാണ്. ചില മേഖലയിൽ നാം ദൈവത്തെ അനുസരിക്കുവാൻ ട്രൈ ചെയ്യുക. എങ്ങനെ അനുസരിക്കണം? ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നു, ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. അപ്പോൾ നമ്മളിരിക്കും മന്ദമായ ശബ്ദത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത് കാര്യമായി എടുക്കാറില്ല, പലപ്പോഴും അതിനെ കാര്യമായി ഗണ്യമാക്കാറില്ല. എന്ത് ചെയ്യുന്നറിയുമ്പോൾ, ഭയങ്കര ശബ്ദത്തിൽ വരട്ടെ,
അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, വചനമായിക്കോട്ടെ, പ്രസംഗത്തിലൂടെ ആയിക്കോട്ടെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആയിക്കോട്ടെ, ചിലപ്പോൾ ചില പാട്ടിൽ കൂടെ സംസാരിക്കും, ചിലപ്പോൾ ദർശനങ്ങളെ കാണിക്കും കർത്താവ്, സ്വപ്നം കാണിക്കും, ചിലപ്പോൾ അകത്തൊരു ഫീലിംഗ് തരും. അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതിനെ അനുസരിക്കുവാൻ തയ്യാറായാൽ നമുക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയും. ബൈബിൾ വാക്യമുണ്ട്, നീ അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞാൽ, കർത്താവ് വലിയ വലിയ കാര്യങ്ങളെ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കും മുമ്പേ എന്ത് ചെയ്യുന്നറിയാമോ? ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ കേൾപ്പിക്കും. അതനുസരിക്കുമോ നോക്കും. ഇല്ല എങ്കിൽ വലിയ കാര്യങ്ങളെ നമ്മൾ ഏൽപ്പിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നാം ദുർദിവസങ്ങൾ എതിർത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം തോറ്റുപോകും. ദൈവമക്കളെ, യേശു കർത്താവ് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നാം പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ആ ബേസ്മെന്റ് നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ അടിസ്ഥാനമായ കാര്യങ്ങൾ മാത്രം പിടിച്ചുകൊണ്ടിരിക്കാതെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ സ്റ്റെപ്പ് വയ്ക്കാൻ പോവുകയാണ്. എഫെസ് ലേഖനം 1-3 വാക്യമ്പോൾ കാണാൻ കഴിയും. അവിടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെന്ന് ഒരു വചനം പറയുന്നുണ്ട്. എഫെസിലെ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു പൈതലിന് വേണ്ടി സ്വർഗത്തിൽ ചില ആത്മീയ അനുഗ്രഹങ്ങൾ വച്ചിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് പ്രാപിക്കാൻ വേണ്ടിയല്ല, ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. കാര്യം, ഒരുവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, ഒരുവൻ കർത്താവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ, ഒരുവൻ അഭിഷേകം പ്രാപിച്ച് കഴിയുമ്പോൾ, ഒരുവൻ ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിന്റെ വകയെ മാറുകയാണ്. ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി യേശുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇനി ഭൂമിയിലെ വ്യക്തിയല്ല, ഞാൻ സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും പ്രാപിക്കാതെ ആമേൻ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം കുടുങ്ങി കിടക്കാറുണ്ട്. ദൈവമക്കളെ, നമ്മുടെ പേരിൽ സ്വർഗത്തിൽ ഒരു വലിയ പ്രതിഫലം കർത്താവ് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ നമുക്ക് ആത്മിക ജ്ഞാനം വേണം. അത് പ്രാപിക്കാൻ നമുക്ക് ദൈവകൃപ വേണം. അത് പ്രാപിക്കാൻ നമുക്ക് ആമേൻ മെച്യൂരിറ്റി വേണം, പക്വത വേണം. അത് പ്രാപിക്കാൻ നമുക്ക് ആമേൻ ദൈവത്തിൻ്റെ ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണം. അത് പ്രാപിക്കാൻ നമുക്കൊരു ആഗ്രഹം വേണം. പലപ്പോഴും ദൈവമക്കളുടെയിൽ ആഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്തിനുള്ള ആഗ്രഹം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ആഗ്രഹം നഷ്ടപ്പെടുത്തിയിട്ട് ദൈവകൃപകളെ കുറിച്ചുള്ള, ദൈവ സന്ദേശത്തെ കുറിച്ചുള്ള, ദൈവ ശക്തിയെ കുറിച്ചുള്ള ആഗ്രഹം നഷ്ടപ്പെടുത്തിയിട്ട് സകല ആഗ്രഹവും ലോകത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാണ്. യാക്കോബ് ലേഖനം 4 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആമേൻ 4:3 വാക്യം പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പല പ്രാർത്ഥനകളും, പല ആരാധനകളും, പല ഉപവാസങ്ങളും കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നല്ല, എന്നെ അടുത്ത നിലവാരത്തിൽ കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആരും വേറെ ചിന്തിക്കരുത്. നമ്മൾ ഭൂമിയുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാർത്ഥിക്കണം, പല വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിനെ പ്രാപിക്കണം. അതിനേക്കാൾ ഉപരി നാം അറിയേണ്ട ഒരു കാര്യമാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഴ്ചപ്പാട് പ്രാപിക്കാൻ വേണ്ടി, ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കാൻ വേണ്ടി, ദൈവിക നന്മകളെ പ്രാപിക്കാൻ വേണ്ടി, നാം ആത്മീയ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ വേണ്ടി നാം പ്രാപിക്കേണ്ടത് ആവശ്യമുണ്ട്. അതെ, നാം ജഡമോഹങ്ങൾക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം യാചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ദൈവകൃപ പ്രാപിക്കുമ്പോൾ തന്നെ
ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ പദ്ധതിയുണ്ട്. യെരമ്യാവിന്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആമേ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമക്കളെ, ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ശുഭഭാവി നിങ്ങൾ ചിന്തിക്കുകയാണ്. അതിന് ദൈവം പറഞ്ഞു എന്തിനാണെന്നോ, ആമേ, ഇന്നവെന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ഹല്ലേലൂയ. അപ്പോ ഞാനൊരു ശുഭഭാവി പ്രത്യാശിക്കുന്നു, ഞാൻ ദൈവത്തിൽ നിന്നൊരു വലിയ കാര്യം പ്രത്യാശിക്കുന്നു, ഞാൻ ദൈവനാമത്തിൽ വലിയ കാര്യം ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി ചിന്തിക്കുന്ന ആരറിയാമോ? ദൈവമാണ്. ദൈവം ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ ചിന്തക്കാൾ എത്രയോ ഉയർന്ന ചിന്തയാണ്, ആകാശത്തോളം ഉയർന്ന. നമ്മളെ ചിന്ത ഭൗമികമാണ്, ദൈവത്തിൻ്റെ ചിന്ത ഉയരങ്ങളിലാണ്. പല പ്രവചനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഇത് പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറാറുണ്ട്. കാര്യം മോശ പറഞ്ഞു ഞാൻ വേണ്ട, എൻ്റെ നാവ് കൊള്ളത്തില്ല, തടിച്ച നാവാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്, മോശേ, എൻ്റെ നാവിനെ നിർമ്മിച്ചത് ആരാണ്? നാം ദൈവസന്നിധിയിൽ മോശ പറഞ്ഞത് പോലെ പറയാറുണ്ട്, ഒഴിവുകേടുകൾ, അയ്യോ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. പറ്റുകയില്ല. നമ്മുടെ ബലഹീനതയിൽ നമ്മൾ സ്ട്രോങ് ആയി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ബലഹീനത ഇതാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിന്നെ നിർമ്മിച്ചതാരാണ്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ നിർമ്മിച്ചതാരാണ്? മോശേ, നിന്നെ നദിയിലെടുത്ത് കളഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാരാണ്? നിന്നെ അധിപതിയാക്കി വെച്ചതാരാണ്? നിന്നെ പല മണ്ഡലങ്ങളിലും നിന്നെ ഉയർത്തുവാൻ പ്ലാൻ ഇട്ടതാരാണ്? ആ പ്ലാന് തടസ്സമായി നിന്റെ നാവിന്റെ ബലഹീനത നിൽക്കുവാൻ കഴിയത്തില്ല. കാര്യം നമ്മുടെ ബലഹീനതയെക്കാളും ബലമുള്ളതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞത്. പൗലോസ് പറഞ്ഞു, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. അത് നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിനെ നമ്മൾ സ്വയമേ നിരുത്സാഹപ്പെടുത്താതെ, സ്വയമേ നമ്മൾ ഒതുങ്ങിക്കളയാതെ നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിൽ ശരണപ്പെടുക. അടിയനിത കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി പ്രാപിക്കാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്ലാനുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കണം. നമ്മളിൽ അത് ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നാം ഉയരത്തിലെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് എബ്രായർ 6 നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്ന ബേസ്മെന്റ് തലത്തിൽ നിൽക്കാതെ, ഇത് അടിസ്ഥാനമാണ്, അത് വേണം. എന്നാൽ അവിടെ മാത്രം നിൽക്കാതെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവം നമ്മളെ വിളിച്ച വിളി, നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം, അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ചില വ്യക്തികളെ ഇന്ന് തൊടുകയാണ്. പലപ്പോഴും പല അടിസ്ഥാന തലങ്ങളിൽ കുടുങ്ങി അടുത്ത തലത്തിൽ പോകാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. നീ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ആരാധിക്കുന്നുണ്ട്, പക്ഷേ ഒരു മാറ്റവുമില്ല. പക്ഷെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ അയക്കുകയാണ്. മരണത്തിൽ നിന്ന് ഉയർത്ത കർത്താവ് നിങ്ങളെയും ഉയർപ്പിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ അടിസ്ഥാനങ്ങളിൽ നിന്ന് കുടുങ്ങാതെ ആത്മീയ ഉന്നതി പ്രാപിക്കാൻ തക്കവണ്ണം, ആത്മീയ ഉയർച്ച പ്രാപിക്കാൻ തക്കവണ്ണം, ദൈവകൃപകളെ പ്രാപിക്കാൻ തക്കവണ്ണം, ഒരു ഉയർപ്പിന്റെ ശക്തിയെ പ്രാപിക്കാൻ തക്കവണ്ണം, ആത്മാവിൽ ജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെട്ടു വരികയാണ്. അതെ,
അവരിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ആ യേശു കർത്താവ് സമ്മതിക്കുകയില്ല. യേശുവിനെ മരിച്ചു അടക്കി ലോകം മുദ്രയിട്ട് വെച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിക്കത്തക്കവണ്ണം ഉയരത്തിലെ ശക്തി വെളിപ്പെട്ടുവെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്ന നിനക്കും ഒരു ദൈവശക്തി വെളിപ്പെടുകയാണ്. നിന്നെ ലജ്ജിക്കുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. നിന്റെ തലമുറയെ ലജ്ജിക്കുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയെ മുടക്കിക്കളയുന്ന, നിന്റെ ആരാധനയെ ബന്ധിക്കുന്ന, നിന്റെ ആത്മീയ കാഴ്ചപ്പാടിനെ ബന്ധിച്ച് ഈ അടിസ്ഥാനം നിന്നാ മതി നിനക്ക് ഉയർച്ചയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ഫലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഉയർപ്പിന്റെ വ്യാപാരം വെളിപ്പെടുകയാണ്. വരുവാനുള്ള ലോകത്തിന്റെ ഒരു ശക്തി വെളിപ്പെടുകയാണ്. ഇപ്പോൾ ഭൂമി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നല്ല വചനങ്ങൾ, ആ ശക്തിയെ, കൃപകൾ നീ അനുഭവിച്ചറിയാൻ പോവുകയാണ്. നിന്റെ ശരീരങ്ങളിൽ, നിന്റെ മനസ്സിനകത്ത് ആത്മഫലത്തിൽ അത് വെളിപ്പെടുകയാണ്. അതെ, ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ തൊടുകയാണ്. അയ്യോ കർത്താവേ, ഞാൻ ബലഹീനപ്പെട്ട വ്യക്തിയാണ്, എനിക്കിനി ഭാവിയുണ്ടോ, എനിക്കിനി ശുശ്രൂഷയുണ്ടോ, എനിക്കിനി കുടുംബ ലൈഫുണ്ടോ, എനിക്കിനി ജീവിതമുണ്ടോ എന്ന് കരയുന്ന ആരുടെയൊക്കെയോ മനസ്സിനോട് ദൈവം സംസാരിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ജീവന്റെ വചനം ഇതാ നിങ്ങളുടെ ഭവന അന്തരീക്ഷത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കൊരു ശുഭഭാവി കർത്താവിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും നിറയ്ക്കുന്ന കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ മാറോട് ചേർത്ത് കുറിച്ച് പറഞ്ഞ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന പാരമ്പര്യങ്ങൾ പൊട്ടട്ടെ. എൻ്റെ ഉള്ളിൽ നിനക്കിനി വളർച്ചയില്ലെന്ന് പറഞ്ഞ പാരമ്പര്യങ്ങൾ ഉടയട്ടെ. യേശു ക്രിസ്തുവിലെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിൽ അനന്തരങ്ങൾ പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കുക. കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഭവനാന്തരീക്ഷം മാറാൻ പോവുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോവുകയാണ്. അന്യഭാഷയിൽ ആരാധിക്കുന്ന നിന്റെ നാമമേൽ പ്രവചന ദൂതുകൾ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ബുദ്ധി മണ്ഡലങ്ങളെ കറക്കി കറക്കി നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ഭൗമിക ശക്തികൾ, ദേശാന്തര പോരുകൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ അകത്തൊരു ദൈവത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിന് കാര്യം കാണിക്കുന്നു. കുറെ പേപ്പറുമായിരിക്കുന്ന ഒരു വ്യക്തി, വഴി തുറക്കാൻ വേണ്ടി ചില പേപ്പറുമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിന് കാണിക്കുന്നു. ആ വ്യക്തിയുടെ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. കർത്താവേശുവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരിൽ കൂടെ ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. രക്ഷയുടെ അനുഭവം വെളിപ്പെടട്ടെ പച്ച. ദൈവകൃപ പ്രാപിക്കട്ടെ കർത്താവേ. കർത്താവിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുന്നതൊക്കെ വണ്ണം ആത്മാവിൽ ഒരുക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പച്ച. സൈന്യത്തിലല്ല, ശക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ എന്നുള്ള വചനപ്രകാരം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മതലം റിലീസാകട്ടെ, ഒരു ദൈവകൃപ റിലീസാകട്ടെ. മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിന്റെ നാമം അവിടെ റിലീസാകട്ടെ. ദൈവനാമത്തിൽ ഒരു ഉയർപ്പിന്റെ ശക്തിയുടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേ, കാലഘട്ടങ്ങളെ തകർത്തും കൊണ്ട്, പ്രതിസന്ധികളെ തകർത്തും കൊണ്ട് ഉയർത്ത യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പച്ച. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആ ദൈവകൃപ അവിടെ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.